അവൻ എന്നെ ആദരവ് പഠിപ്പിക്കുന്നു. ഞാൻ ആദരിച്ച് കൊതു തീർന്നിട്ടില്ലല്ലോ. എന്നെ ആദരിച്ച സമയത്ത് അവൻ അങ്ങ് യുഗാണ്ടയിലോ ഉസ്ബെക്കിസ്ഥാനിലോ എവിടെയൊക്കെ ആയിരുന്നു കളിക്കുന്നു. ചുമ്മായില്ല താങ്കൾ. അതെ എൻ്റെ മുഖം ഇങ്ങനെയാണ്. മനുഷ്യൻ 100 ടെൻഷനായിട്ട് വന്നിരിക്കുമ്പോൾ തമാശ കളിക്കുന്നു. ഇത് ഇതുവരെ വിട്ടില്ലേ ക്ലീറ്റോ? ഇതങ്ങനെ വിടാൻ പറ്റിയ കേസല്ല. അവരെ ആദരിക്കണില്ലേ? പിന്നെ ആരെങ്കിലും ആദരിച്ചാ പോരെ? അത് പോരാ മോളെ, അത് പോരാ. ക്ലീറ്റോ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അപ്പൊ അതൊന്നും നോക്കാത്ത എന്താ? അതെ, എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലുള്ള ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ കുട്ടികളെ ആദരിക്കല്. അത് ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതിന് മുമ്പേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിള്ളേരെ കിട്ടിയില്ലേ? നിങ്ങൾ കഴിഞ്ഞിട്ട് ആദരിക്കാൻ നിൽക്കണവരാണല്ലോ അവരപ്പോ. ഞങ്ങളെ പിള്ളേരെ എല്ലാം സംസാരിച്ച് വെച്ചിരുന്നപ്പോ അതിനു മുമ്പേ ഇവര് പോയി സംസാരിച്ച് ട്രാപ്പിലാക്കിയില്ലേ? എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു ഞങ്ങളെ പരിപാടി പങ്കെടുക്കലെന്ന്. എന്തിനാ അതിന്റെ ആവശ്യത്തിന്? അതിന്റെ ആവശ്യം അതൊക്കെ മോശമാണ്. അപ്പൊ അതിന് വിട്ടുകൊടുക്കൂല. ഞാൻ ഇനി ഇത് ഞാൻ പറയില്ല, ഇത് അവനേക്കാൾ ഗംഭീരമായിട്ട് നടത്തിയിട്ടേ അടങ്ങുള്ളൂ. വീട്ടിന് വൈരാഗ്യം മൂത്ത് പ്രാന്തായി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പ്രാന്താ. ഇങ്ങനെ ഇവിടെ നീ ഇങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടെന്ന് എനിക്ക് നല്ല പ്രാന്താവും. നീ മാറിപ്പോ. ഒന്നും വേണ്ട എനിക്ക് ചോദിച്ചാ തരില്ല. എവിടെയാണ്? എന്താന്ന് കിട്ടിയോ? കിട്ടി. ജോ മോനോ ആരെ മോനായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു കുട്ടിയെ കിട്ടണം, അത്രേ ഉള്ളൂ. 9A+ ഒരു എല്ലാം A+ അല്ലേ? നല്ലതാ നല്ലതാ. ഒരു കാര്യം ചെയ്യും, ആ പയ്യനോട് കയ്യിൽ ഫോട്ടോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചേ. ഇല്ല. ഒരു കാര്യം ചെയ്യുന്ന വിടണ്ട, നേരെ ഇനി വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ ഫോട്ടോഗ്രാഫറെ ഇനി വിളിച്ചു വരുത്താം. നമുക്ക് ഫ്ലെക്സ് അടിക്കാൻ ഫോട്ടോ എടുക്കണേ. വേണം ഇവിടെ പാർട്ടി ഓഫീസിലെല്ലാം വീട്ടിലോട്ട് കൊണ്ടുവരാൻ. വന്നാൽ മതി, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, കിട്ടി. കിട്ടി. എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ മാനത്തുനിന്ന് കിട്ടി. എടി, നമ്മളെ വാർഡിൽ ഇനിയും പിള്ളേരുണ്ട് യവന്മാരെ കണ്ടെത്താത്ത. നടരാജൻ കണ്ടുപിടിച്ച്. അതാണ് പറയണത്. സന്തോഷമാവാതിരിക്കോ? ഇനി ഒന്ന് ചിരിക്കാൻ പറ്റുമോ? ഞാൻ ചിരിക്കണമെങ്കിൽ നീ പരിപാടികളൊന്നും നടത്തി വിജയിക്കട്ടെ. ഞാനേ ഫോട്ടോഗ്രാഫറെ കൊണ്ട് അൻസാറിനോട് വിളിച്ച് പറയട്ടെ. ഫോട്ടോ ഫ്ലെക്സ് അടിക്കാനുള്ള ഫോട്ടോ എടുക്കണ്ടേ? അതും കൂടെ കഴിഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ. അളിയാ, ഇവിടെ ആളെ കിട്ടിയിട്ടുണ്ട്. നീ ആ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, വിളിച്ചോ. നിങ്ങൾ ഒരുമിച്ചുണ്ടാ? പെട്ടെന്ന് വാ. നടരായ മറ്റേ പയ്യനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വരണം. ഓക്കെടാ. ഓക്കെ. കർത്താവ് എൻ്റെ കൂടെ. ഫോട്ടോഗ്രാഫർ അൻസാറിന്റെ കൂടെ ഉണ്ടെന്ന്. കർത്താവ് നീ വലിയ